ബിഗ് ബോസ് മലയാളത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും വലിയ സ്ട്രാറ്റജികൾ ഒന്നാണ് ഒറ്റപ്പെടൽ. മറ്റു മത്സരാർത്ഥികളാൽ ഒറ്റപ്പെടുന്ന താരങ്ങൾക്ക് പുറത്ത് പ്രേക്ഷകരുടെ വലിയ പിന്തുണ ലഭിക്കുകയും അവർ വിജയിയോ രജികുമാറിനെയും റോബിനെ പോലുള്ള താരരാജാക്കന്മാരും ആകാറുണ്ട്. ബിഗ് ബോസിൽ എത്തുന്ന പല താരങ്ങളും ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കാൻ ശ്രമിക്കാറുമുണ്ട്. ബിഗ് ബോസ് സീസൺ 7ലും ഇത് വ്യത്യാസമൊന്നുമില്ല. കോമണായി വന്ന് അനീഷ് ഒറ്റപ്പെട്ട് നിന്ന് താരരാജാവ് മാറാൻ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സഹമത്സരാർത്ഥികൾ അത് കൃത്യമായി മനസ്സിലാക്കുകയും അനീഷിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും അനീഷ് മറ്റുള്ളവരുമായി ഏതെങ്കിലും തരത്തിൽ അടിയുണ്ടാക്കാൻ കിണഞ്ഞു ശ്രമിക്കുകയുമാണ്. അനീഷിന്റെ ഈ തന്ത്രം പ്രേക്ഷകർക്കിടയിൽ വിവിധ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കും കാരണമാകുന്നു. താൻ വലിയ സംഭവമാണെന്ന് ഹൗസിലുള്ളവരെ ധരിപ്പിക്കാൻ അനീഷ് നന്നായി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും മത്സരാർത്ഥികളെല്ലാം അനീഷിന് എതിരായാണ് നിൽക്കുന്നത്. എന്തായാലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അനീഷ് ഒന്ന് നന്നായി കുടയുമെന്ന് സാധ്യതയുണ്ടെന്ന് ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ ഇങ്ങനെ: "ഞാൻ കണ്ണടയ്ക്കും തലകുത്തി നിൽക്കും. താൻ തന്റെ കാര്യം നോക്കടോ. ആണെന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ വായി നോക്കുന്നത് കേൾക്കുന്നത് എന്തിനാണ്? എന്റെ പൊന്നു ബിഗ് ബോസേ, ഇതിനെക്കൊണ്ട് മടുത്തു. രാവിലെ തന്നെ ബിബി ഹൗസിൽ വൻ അടിയാണ്. അനീഷും രേണുസുധിയും തമ്മിൽ പൊരിഞ്ഞ പോര്. വേക്കപ്പ് സോങ്ങിന് ശേഷം രേണു ഉറങ്ങിയെന്ന് അനീഷ് പറഞ്ഞതാണ് തർക്കത്തിന് തുടക്കമായത്. താൻ ഉറങ്ങിയില്ല രേണു സമാധാനത്തോടെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ കൂട്ടാക്കാതെ നിൽക്കുകയാണ് അനീഷ്. പറഞ്ഞു പറഞ്ഞ് സഹികെട്ട രേണു അവസാനം അനീഷിന് നേരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സത്യത്തിൽ അനീഷിന് വേണ്ടതും ആ പൊട്ടിത്തെറിയാണ്. ബിബി ഹൗസിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് അനീഷ് നടത്തുന്നത്. അതിനായി ആദ്യം ചെയ്തത് ആളുകളെ ലക്ഷ്യം വെച്ച് ട്രിഗർ ചെയ്യുക എന്നതാണ്. വന്ന് 5 ദിവസം ആയതേ ഉള്ളൂ എങ്കിലും അനീഷ് എല്ലാവരെയും നന്നായി വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ബിഗ് ബോസിനകത്തും പുറത്തും ചർച്ചയായിട്ടുണ്ട്. ഓരോ കാരണം കണ്ടെത്തി മത്സരാർത്ഥികളെ ടാക്കിൾ ചെയ്യുന്നതോടെ അവർ അനീഷിന് നേരെ തിരിയും. അങ്ങനെ ഓരോരുത്തരായി ചെയ്യുന്നു. അവസാനം മറ്റു മത്സരാർത്ഥികളെല്ലാം ഒരു ടീമും അനീഷ് മാത്രം ഒറ്റയാൻ പോരാളിയുമാകും. അങ്ങനെ മറ്റുള്ളവരെല്ലാം തന്നെ ഒറ്റപ്പെടുത്തി വെക്കുമെന്ന് പറഞ്ഞ് ആ ട്രാക്ക് പിടിച്ച് കയറാനാണ് അനീഷിന്റെ ശ്രമം. രേണുവുമായി മാത്രമല്ല അനീഷ് അടിയുണ്ടാക്കുന്നത്. ഷാനവാസ്, അക്ബർ, ആര്യൻ, അപ്പാനി ശരത് ഇവരെയെല്ലാം അനീഷ് മാക്സിമം ട്രിഗർ ചെയ്ത് വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്.